ഹലോ ഗൈസ്, സുഖമാണോ? നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ എപ്പിസോഡിൽ. സോ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമൻസ് കണ്ടായിരുന്നു. എന്തിനായിരിക്കും ഇത്രയും പാവമായിട്ടുള്ള അച്ഛനെയും അമ്മയും നെവിന് കൊന്നതെന്ന്. ബൈ ദ വേ, നെവിൻ്റെ അച്ഛനെയും അമ്മയും അല്ല കൊന്നത്. ഞാനപ്പം തന്നെ പറയുന്നുണ്ട് ലൂസിയുടെ അച്ഛനെയും കാമുകിയെന്ന്. അത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ മനസ്സിലാവൂ. ഞാനും വല്ലാണ്ട് ക്ലിയറാക്കി അത് പറഞ്ഞില്ല. ഓക്കെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ BL നമുക്ക് വേണ്ടത്ര ഒരു റെസ്പോണ്ട് കിട്ടണില്ല, തീരെ വ്യൂസില്ല. നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ BL ചെയ്തത്. ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ നിങ്ങളുടെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ഞാൻ ചെയ്തപ്പോൾ ഒരു കാര്യമില്ല, ആരും കാണുന്നില്ല. ശരിക്കും സങ്കടമായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾ സ്റ്റോറി കണ്ടിട്ട് വാ. അല്ല, അപ്പോൾ ആ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയപ്പെടുന്ന കുട്ടി അതിനെന്താ ചെയ്തേ? രണ്ടുപേരും കൂടെ കൊന്നു അതിനെ. പ്രഗ്നൻ്റ് ആണെന്ന ഒരേ ഒരു കാരണത്താൽ കൊന്നില്ല. പക്ഷെ അതിനുശേഷം അവൾ ഈ പുറം ലോകം കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ അവൾ ഇവിടെ ഉണ്ട്. ഇവിടെയോ? അതെ, അവൾ പ്രഗ്നൻ്റ് അല്ലേ. സോ അതിനുള്ള കെയറിങ് കിട്ടണമല്ലോ. അതുകൊണ്ട് അതിനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂസിയുടെ അച്ഛനെയും കാമുകിയും കൊന്നത് നെവിനാണോ അതോ കിച്ചുവോ? അവർ രണ്ടുപേരുമല്ല, ഞാനാ കൊന്നത്. സോഹ, ആ സമയത്തൊന്നും കിച്ചു ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. അന്ന് എൻ്റെ അച്ഛനും അമ്മ മരിച്ചെന്നും പറഞ്ഞ് നിങ്ങളോട് വന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പാപ്പൻ ഇവനെക്കുറിച്ച് പറയുന്നത്. ബട്ട് എനിക്കൊന്നും അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ കിച്ചുവിൻ്റെ അമ്മയും നെവിൻ്റെ അച്ഛനെയും ആരോ കൊന്നത്? എന്തിനു വേണ്ടിയായിരിക്കും ലൂസിയുടെ അച്ഛൻ ലൂസിയുടെ അമ്മയെ കെട്ടിത്തൂക്കി കൊന്നത്? പറയാം സോഹ, എല്ലാം പറയാം. താൻ ആദ്യം കൂളാണ്. നെവിൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് ലൂസിയുടെ അച്ഛനും കാമുകിയോ? വാട്ട്? എന്തിന്? കാവ്യേ എന്താ മോനെന്തിനാ കരയുന്നേ? കുറേ സമയമായല്ലോ. എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ എന്താ? ഏത് സമയം അവന് കാറിൽ തന്നെയാ പണി. അച്ഛൻ്റെ മോൻ എന്തിനാ കരയുന്നേ? ഓ, അതിനാണോ? അച്ഛൻ വാരി തരാമല്ലോ നിനക്ക്. കഴിഞ്ഞോടെ നിന്റെ കാറില്. കാവ്യ വേണ്ട. ഓ, ഞാൻ വാർത്തറക്കുന്നതാ പ്രശ്നം. ഇവനിവിടെ കിടന്ന് അലറുന്ന പോലെ അലറിയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിന്നോട് ഞാൻ നിർത്താൻ പറഞ്ഞോ? എങ്ങനെയാ കാവ്യ നിനക്ക് ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? നീ അവന്റെ അമ്മ തന്നെയാണോ? അങ്ങനെ ആയിപ്പോയി. ഞാൻ ആഗ്രഹിച്ചുണ്ടായതൊന്നും അല്ലല്ലോ. നിങ്ങളിവിടെ കിടന്ന് കാറിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയായാലും പറയും. മോൻ ചെന്ന് കളിക്ക്, അച്ഛൻ ഇപ്പൊ വരാം. ഓക്കേ അച്ഛാ. കാവ്യ, എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ തന്നെയാ എന്റെ പ്രശ്നം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. കാവ്യ, നീ നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. എനിക്ക് ഓർക്കാനേ ഇഷ്ടമല്ല അതിനെ. നിങ്ങൾക്കറിയാലോ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തോട് കൂടിയൊന്നും അല്ല ഈ കല്യാണം കഴിച്ചത്. വീട്ടുകാരെന്നെ കമ്പൽ ചെയ്തുകൊണ്ടാ. എനിക്കെൻ്റെ ജോണേട്ടനില്ലാതെ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ പോവാ. പിന്നെ ഇവൻ്റെ കാര്യം എൻ്റെ മാത്രം കുഞ്ഞല്ലല്ലോ, നിങ്ങളുടെയും കൂടെ കുഞ്ഞല്ലേ. നിങ്ങൾ നോക്കിക്കോ. ജോണിച്ചായ, ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. എന്താ എൻ്റെ ഭാര്യക്ക് അറിയണ്ടേ? ചോദിക്കുക. കാവ്യ. കാവ്യ? കാവ്യ എൻ്റെ കാമുകി. കാമുകിയോ അതോ ഇപ്പോഴും? എൻ്റെ ബാല്യകാല സഖിയാണ്. പക്ഷെ ഇപ്പോഴും അവൾ തന്നെയാണ് എൻ്റെ സഖി. എന്നുവെച്ചാ നിങ്ങൾ തമ്മിൽ? അതെ, ഞങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നാ. എൻ്റെ ചുന്ദരി ഭാര്യ കേൾക്കാൻ വേണ്ടി പറയുകയാണെ, എനിക്ക് അവളില്ലാതെ പറ്റില്ല. അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഈ സ്ഥലം നിന്റെ തന്തപ്പിടിയുടെ പേരിലല്ലേ. അതുകൊണ്ട് ഞാൻ തൽക്കാലികത്തിന് ഇവിടെ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. എൻ്റെ ഭാര്യ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഞാൻ അവരെ മറക്കുന്നൊന്നുമില്ലടി. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം മാസം ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് വരും. അതുപോലെ നിനക്ക്. എന്നാലേ ഞാൻ ഇറങ്ങാം. ഇവിടുന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബിസിനസ് ആവശ്യത്തിന് പോയതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മാസത്തിലൊരിക്കൽ വരാം. ബേബി, ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഇനി ഇവിടെ കിടന്ന് വായിട്ടലച്ചാ
നീ പറഞ്ഞ നിന്റെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിപ്പിച്ചു തരും. തമാശ പറഞ്ഞതല്ല. നിങ്ങളെന്നെ കൊന്നിട്ട് പോയിക്കോ. പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളെ കൊന്ന. എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ. ഇത് തന്നെയാ കാവ്യ എന്നോട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനില്ലാതെ പറ്റില്ലെന്ന്. അവളുടെ കണ്ണീര് ഞാൻ എങ്ങനെ കാണാതിരിക്കും? നിങ്ങൾക്ക് അവളായിട്ട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ എന്തിനാ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് എന്നെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് എന്തിനാ? അതിപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ലേ? എടി, നിന്റെ അച്ഛൻ്റെ പൂത്ത കാശ്. പിന്നെ നീയും അത്ര മോശമൊന്നും അല്ലല്ലോ. സത്യം പറയാലോ, എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു നീയാ. ഞാൻ നിന്റെ പുറകെ നടന്ന് നിന്നെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി. പിന്നെ ഇങ്ങനൊരു ലക്ഷ്യം കൂടെ എനിക്കുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് അത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അത് മുതലെടുത്തോണ്ട് എന്നെ ചതിക്കായിരുന്നല്ലേ. എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, അതിൻ്റെ അടയാളമാണല്ലോ ഈ നിരന്ന് നിൽക്കണ രണ്ടെണ്ണം. അപ്പൊ ശരി, പറഞ്ഞ പോലെ ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോയി. എപ്പോൾ വരുമെന്ന് അറിയില്ല. അങ്ങനെ ഇവിടെ ആരും അറിയാൻ പാടുള്ളൂ. കേട്ടോടി? ഡി, മാറി നിൽക്ക്. എന്താടി നീ ചെയ്ത? ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേടി ഭാര്യയെ. ഇപ്പൊ എന്നെ ഒരു കൊലപാതകയാക്കിയത് നീ ഒരൊറ്റ ഒരുത്തിയാ. എന്തായാലും നിനക്ക് സന്തോഷമായില്ല. നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ. പിന്നെ ഇവരെ ഞാൻ കൊല്ലുന്നില്ല. ഇവര് വലുതായ എനിക്കിവരെ ആവശ്യമുണ്ട്. അപ്പോ നമുക്ക് അങ്ങ് സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാര്യയെ. അന്നാ പനം മോനെൻ്റെ അമ്മയെ കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്ന് ഞാൻ ഉറപ്പിച്ചതാ അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാണെന്ന്. അപ്പം നെവിൻ്റെ അമ്മയാണല്ലേ ലൂസിയുടെ അച്ഛൻ്റെ കാമുകി? അമ്മയോ? അമ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കിച്ചു, നീ ഭാഗ്യവാനാടാ. നിന്റെ അമ്മ, എൻ്റെ ലക്ഷ്മിക്കുട്ടി അമ്മ, എത്ര സ്നേഹത്തോടു കൂടിയാണെന്നോ. എന്നെ സ്വന്തം കുഞ്ഞല്ലാഞ്ഞിട്ട് പോലും എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞായിരുന്നു നിന്നെ കിട്ടിയ അമ്മ എങ്ങനെ സ്നേഹിക്കുമായിരുന്നടാ. നീയും ഞാനും നമ്മളെല്ലാവരും അമ്മയുടെ കുഞ്ഞാണ്. അമ്മയ്ക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. ഓക്കെ, ഇനി അമ്മയും അച്ഛനെ എങ്ങനെ മരിച്ചെന്നറിയണ്ടേ? അത് ആ പന്നി കൊന്നതാടാ, എൻ്റെ അമ്മയെ കൊന്നതാടാ. കിച്ചു, കരയാതടാ. എൻ്റെ അമ്മ എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഞങ്ങളെ വിട്ടുപോയപ്പോൾ ബന്ധുക്കളുടെ നിർബന്ധത്തിനാ അച്ഛൻ ലക്ഷ്മിക്കുട്ടിയമ്മയെ കല്യാണം കഴിച്ചത്. അന്ന് കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സായിട്ട് ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം അനുഭവിക്കാത്ത അമ്മയുടെ സ്നേഹം എനിക്ക് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ എത്ര കൊതിച്ചിരുന്നതെന്നറിയോ അങ്ങനെ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിരുന്നെങ്കിൽ. പക്ഷെ എന്നെ അവർക്ക് വെറുപ്പായിരുന്നു. അവരാഗ്രഹിക്കാതെ ഉണ്ടായതല്ലേ ഞാൻ. ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കൂളാവ്, ബാക്കി ഞാൻ പറയാം. നെവിനെയും നെവിൻ്റെ അച്ഛനെയും വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ കാവ്യ എന്ന് പറയുന്ന സ്ത്രീ പോയത്. പക്ഷെ അതിനുശേഷം ലക്ഷ്മിക്കുട്ടി അമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് തള്ളക്ക് പിടിച്ചില്ല. എന്താ ജലസോ കുശുമ്പോ? തനി നാടൻ കഴപ്പ്, അങ്ങനെ വേണം അതിനെ പറയാൻ. അങ്ങനെ എന്തോ അവസരം കിട്ടിയപ്പോൾ കൊന്നു കളഞ്ഞതാ ആ നായിൻ്റെ മക്കള്. ഇവിടെ ഇപ്പോൾ എനിക്കും കിച്ചുവിനും നെവിനും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ നഷ്ടങ്ങൾക്കൊക്കെ കാരണം എൻ്റെ അച്ഛനെന്ന് പറയപ്പെടുന്ന നായിൻ്റെ മോനും നവിൻ്റെ അമ്മ എന്ന് പറയപ്പെടുന്ന നായിൻ്റെ മോളുമാണ്. എനിക്കൊരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, ആ നായിൻ്റെ മക്കളെ എന്നെ കൊണ്ട് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അതുവരെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷേ സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട്. എൻ്റെ അമ്മയും നെവിൻ്റെ അച്ഛനും ലൂക്കയുടെ അമ്മയും സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാവും. സ്വർഗത്തിലിരുന്നുകൊണ്ട് അവരിതെല്ലാം കാണുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാ. കിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇനി എന്ത് വേണമെന്ന് സോഹന തീരുമാനിക്കാം.
ഈ കേസ് മുന്നോട്ട് പോകണോ അതോ എന്തു തന്നെയായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യം നീ നോക്കണ്ട. ഞങ്ങൾക്കിനി ജയിലിൽ കിടക്കാൻ ഒരു പേടിയുമില്ല. ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് വേണേലും ചെയ്യാൻ സുഖം നിനക്ക്. ഞങ്ങളതിൻ്റെ പേരിൽ നിന്നെ വെറുക്കാനോ മറക്കാനോ ഒന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചു അല്ല സുഹ? ഏയ് ഇഷ്ടമായിരുന്നല്ല ഒരുപാട്. ഞാൻ അതുകൊണ്ടല്ലേ എൻ്റെ ഇഷ്ടം പറഞ്ഞു തന്നെ. ഞാൻ ശരിക്കും ഇങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നേ. എന്നിട്ടും ഞാൻ വീണു പോയടാ. എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു എന്നോട് ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ. പക്ഷെ എന്നെ കൊണ്ട് അപ്പം അതിനെ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ ഇത്രയും അകന്ന് നിന്നിട്ടും നീ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ സുഹ. ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നുപോയെന്ന്. എനിക്കങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ? എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. അതൊന്നും സാരമില്ല. പിന്നെ ഗുള്ളി, നിനക്ക് അവനെയൊക്കെ ഓർമ്മയുണ്ടോ? അവനെപ്പോഴും നിന്നെക്കുറിച്ച് പറയും. കാണണം, എല്ലാവരെയും കാണണം. ഇതുവരെ എനിക്കിതൊന്നും എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയായിരുന്നു ഇതിൻ്റെ പുറകെ കേസ് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ. സാരമില്ല, പോട്ടെ. ഇനി നമുക്ക് പഴയ പോലെ ഒരുമിച്ച് കൂടണം. കൂടെ പുതിയൊരാളും കൂടെ. അതെ, എനിക്ക് അവളൊന്ന് കാണണം. ഞാൻ അന്ന് ആ വീട്ടുകാരവളെ കൊണ്ടുപോകുമ്പോൾ കണ്ടതാ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവൾക്കിപ്പോൾ എന്നെ അറിയുന്ന പോലും ഉണ്ടാവില്ലടാ. എന്താടാ കരയാത്ര, എല്ലാം ശരിയാവും. പാപ്പ, സോഹനി കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അവനെ വേണ്ടെന്ന് വെക്കുവോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു ഇവന്. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ സമാധാനമാകണം നിനക്ക്. ഒരുപാട് സോഹ, നീ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഞാനതിന് തിരിച്ചു പോകുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ നീ തിരിച്ചു പോകുന്നേ ഇല്ല? ഞാൻ പോണോ? അതല്ല, നിന്റെ ജോലി താൽക്കാലികത്തേക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടല്ലേ നാട്ടിലേക്ക് വന്നത്? എല്ലാം അവസാനിപ്പിക്കണം. എനിക്ക് ജോലിയൊന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സോഹ? നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ട് ഇതെന്ത് നേടിയെടുക്കുന്ന കാര്യമായി പറയുന്നേ? അത് കിച്ചു ഇവൻ പറയുന്ന കേട്ടോ, ഇവൻ ഈ ജോലിയൊക്കെ കളയാൻ പോവാണെന്ന്. എടാ സോഹ, നിനക്കത് ഭ്രാന്താണോ? എടാ അതല്ല. ഏതല്ല? നീ ഇനി ഒന്നും പറയണ്ട. നമ്മൾ രണ്ടുപേരും ഇനി നാട്ടിൽ തന്നെ തുടരും. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. എനിക്ക് ഈ ഗുള്ളിക്കിനെ വല്ലാണ്ട് മിസ് ചെയ്യുമോ? എനിക്കും. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നേ. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ? അതിനവർ വരുമോ? ഓരോരുത്തരുടെ വർക്കും ബിസിനസ്സും അങ്ങനെയൊക്കെ ആയിട്ട് ബിസിയല്ലേ? ബിസിയാണ്. പക്ഷെ നമുക്ക് വേണ്ടി അവരത് മാറ്റി വെക്കാതിരിക്കില്ലല്ലോ. നമുക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാം. പിന്നെ നിങ്ങൾ സെറ്റായ കാര്യം പറയണ്ട. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഹലോ. ലിയ, നീയായിരുന്ന? റിഷൻ തേടി ഇവിടെ ഉണ്ടായിരുന്നടാ. എന്താ? നിങ്ങൾ എപ്പോഴാടി ഇറങ്ങുന്നേ? ഈവനിങ് ആടാ ഫ്ലൈറ്റ്. ഞങ്ങൾക്കും അതെ. അങ്ങനെയാണല്ലേ. എന്നാലേ നിങ്ങൾ ഇറങ്ങാൻ സമയത്ത് എന്നെ ഒന്ന് വിളിക്ക്. ശരിടാ, വിളിക്കാം. എന്നിട്ട് എന്തായി? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഒരുവിധം കഴിഞ്ഞ്. ടീയ ഉണ്ടല്ലോ, ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല. അതൊക്കെ ഇനി ഞാൻ തന്നെ എടുത്ത് വെക്കേണ്ടി വരും. അത് ശരി. എനിക്ക് പിന്നെ ഓക്കേടാ, എനിക്ക് ഇച്ചിരി പണിയുണ്ട് ഇവിടെ. ശരി എന്നാ. ചായ നിങ്ങളിത് എവിടെയായിരുന്നു? ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ഇവിടെ നോക്കി കണ്ടില്ലല്ലോ. ഞാൻ അപ്പുറത്തായിരുന്നു. അത് ഗുള്ളിക്ക് വിളിച്ചായിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവൻ ഇവിടെ ഉണ്ടോ? വർക്കിൻ്റെ ആവശ്യത്തിന് 2-3 ദിവസമായി ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു. അത് ശരി. എന്നാലേ ഞാൻ അവനൊന്ന് പിക്ക് ചെയ്തിട്ട് വരാം. നീ മോളെ നോക്ക്. ശരി ചായ. മോളെ ഋഷിക, ഇവിടെ വന്നിരിക്കി. അമ്മ ഇതൊക്കെ മടക്കി വെക്കുക. ഇവിടെ തന്നെ ഇരിക്കണം, പുറത്തോട്ടൊന്നും പോയല്ലേ. അപ്പ എങ്ങോട്ട് പോയി? അപ്പ ഗുള്ളിക്കങ്കിളിനെ കൊണ്ടുവരാൻ പോയി. ഗുള്ളിക്കങ്കിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ മമ്മ? ഗുള്ളിക്കങ്കിളെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മയുടെയും പപ്പയുടെയും ഒക്കെ ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലേ മുന്നേ. എനിക്കൊന്നും ഓർമ്മയില്ല. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്നൊരു ചൊല്ലുണ്ട് കണ്ട്. എന്നെ ചെണ്ടാ മമ്മ. എൻ്റെ പൊന്നൊന്നുമില്ല. നീ കുറച്ച് സമയം മിണ്ടാണ്ടിരിക്കുമോ? ഒക്കെ സെറ്റല്ലേ? ഇനി ഇറങ്ങാൻ സമയത്ത് അതെടുത്തില്ലെന്ന് പറഞ്ഞ് മണ്ടടിച്ച് ഞാൻ പൊട്ടിക്കും. ഇല്ലടാ, എല്ലാം എടുത്ത്. ഗുള്ളിക്ക് ഇപ്പോൾ ഋഷിൻ്റെ അടുത്ത് എത്തിക്കാണല്ലേ.
എത്തിക്കാണണം. ഏയ് ലിയാമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ പറയാടാ, നീ ആദ്യം ഇങ്ങോട്ട് കയറിക്കേ. എവിടെ നിങ്ങളുടെ ട്രോഫി? ദേ നിക്കണ. ഹലോ, അങ്കിളിനെ അറിയോ? നീ ഏതാ? ഏയ്സ് സുഭാഷ്. എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ട ഋഷി, നല്ല പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ. മോളിങ്ങ് വന്നേ, മാമൻ ചോദിക്കട്ടെ. കിച്ചു എന്തായി? അവരവിടെ നിന്ന് പോന്നോ? ആടാ, അവർ കയറിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ഇപ്പോൾ എത്ര വർഷമായി കണ്ടിട്ടൊരു 7-8 കൊല്ലമായി കാണും. നമ്മളെപ്പോലെ തന്നെ അവരും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പഴയ പോലെ എല്ലാവരും ഒരുമിച്ച്. ഞങ്ങളിതിന് മുന്നേ പറയുമായിരുന്നു ഒരുമിച്ച് കൂടണമെന്നൊക്കെ. പക്ഷേ ഇത്രയും പെട്ടെന്നാവുമെന്ന് അവരും നമ്മളും പ്രതീക്ഷയല്ല. സോഹ, എന്തു പറ്റി? എന്തോ വലിയ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. ഹേയ്, ഒന്നുമില്ലടാ. ഇവനെന്തോ ഒരു ടെൻഷനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിച്ചോ, നിനക്കോ? ആ, എനിക്കും ഇല്ലായികയില്ല. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ലടാ. അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിക്ക് ചെയ്യാൻ പോകണ്ടെന്നാണ് പറയുന്നത്. അവരൊരുമിച്ച് വന്നോളാമെന്നു. പിന്നെ നവിനെ ഇപ്പോൾ അവർ കാണണ്ട. നമുക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്നേ. നമ്മൾ കണ്ടുമുട്ടിയത് അവരറിയില്ലല്ലോ. ആ, അത് ശരിയാ. എങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. ടൈം ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. എന്തായി? അവരുടെ ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേഡാ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അവര് ഡാ, ഹലോ. ഇച്ചായ, വയസ്സ് ഇച്ചിരി കൂടിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ചെപ്പോടാ. അയ്യോ കുള്ളിക്ക്, എൻ്റെ പൊന്നെ, എത്ര വർഷമായിട്ട് നിന്നെ കണ്ടിട്ട്. കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞോ? ആ, പറഞ്ഞടാ, വിളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ആ, അതേതായാലും നന്നായി. എങ്കിൽ പോയാലോ? ആ, പോവാം. ഹലോ ഗായ്സ്. ഹേയ് ഗായ്സ്, ഞാനിപ്പോൾ എത്ര സന്തോഷമാണെന്ന് അറിയായിരുന്നു നിമിഷത്തിൽ. അയ്യോ അയ്യോ, ഒന്ന് മാറിയേ, ഞാൻ എൻ്റെ ചക്കനെ നോക്കട്ടെ. എന്തൊക്കെയാണ്ടോ വിശേഷം? ഓ, സുഖം. ഗൈസ്, ഇവിടെ ഒരു ജൂനിയർ ലിയ ഇരിപ്പുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. അച്ചോടാ, ഈ വലിയ പോത്തുകളുടെ ഇടയിൽ കുഞ്ഞിനെ കാണണ്ടേ? മോളിങ്ങോട്ട് വന്നേ, മാമൻ ചോദിക്കട്ടെ. ഓ മൈ ഗാഡ്, ഇത്രേ ഹാപ്പി ആയിട്ട് ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇരുന്നിട്ടില്ല. അല്ല, ഇവനിതെന്തു പറ്റി? ആർക്കാ? ഗുളിക്കനാണോ? എന്തു പറ്റിയിടാ നിന്റെ മുഖത്തൊരു മ്ലാനത? എനിക്ക് നവിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൻ കൂടെ വേണമായിരുന്നു. അയ്യോ ശരിയാ, എനിക്കും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അവനെ കുറിച്ചൊരു അറിവും ഇല്ല സോഹ. ഇല്ല, എല്ലാവരും വന്ന കാലം നിൽക്കാതെ എവിടെയൊക്കെ ചെന്ന് ഇരിക്കും പിള്ളേരെ. എടാ, എല്ലാവരും ഇരുന്ന് നീ മാത്രം എന്തോ നോക്കി എനിക്കടെ ഇരിക്കട പുള്ളിക്ക്. അവനെ ഞാൻ ഇരുത്തിയാലേ അവൻ ഇരിക്കൂ, അല്ലടാ? നവീൻ, നീ എന്താടാ, നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? അടപ്പന്നി, നീ എവിടെ ആയിരുന്നടാ തെണ്ടി ഇത്രയും കാലം? നിന്റെ ഫോൺ ഏത് അടുപ്പിക്കൊണ്ടിട്ട് അടത്തേണ്ടി നീ വെച്ചിരുന്നേ? വിളിച്ച് 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 ഞാൻ മടുത്ത്. അത് ചെറുതായിട്ട് ഫോൺ കേടുവരും, എനിക്കറിയാത്. എടാ, നിനക്ക് ഞാനെന്ന് പറഞ്ഞ ഒരാൾ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ നിനക്ക്? ഒന്നും എന്നെ തേടി പിടിച്ചു വരിക അതില്ല. എന്നിട്ട് നീ ഇപ്പൊ എവിടെ നിന്ന് പൊന്തി? ഇത് ഞങ്ങളെല്ലാരും ചേർന്നിട്ടുള്ള ഡ്രാമയാണോ അതോ? എടാ, സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞ? ഇല്ലടാ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ഇവർ രണ്ടും ചേർന്നിട്ടുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. 2 അല്ല 3, എനിക്കും അറിയായിരുന്നു. എടാ കിച്ചു, ഒന്ന് പറയായിരുന്നില്ലടാ തെണ്ടി. എന്റെ പൊന്നു പുള്ളിക്ക് പറഞ്ഞ അതിനെങ്ങനെയാടാ സർപ്രൈസ് എന്ന് വിളിക്കണത്? നമ്മള് സർപ്രൈസ് തന്നതല്ലേ? നീ ഞെട്ടിയില്ലേ? ഓ, ഞെട്ടി വല്ലാണ്ട്. അടാ, എന്നാലും നീ എവിടെ ഇരുന്നു അവന്? ഓ, അതൊക്കെ ഒരു ബിഗ് സ്റ്റോറി ആണെന്നേ. എന്നാ പറ കേക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം പറയാം. പക്ഷെ അതിന് മുന്നേ ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. ഇനിയും സർപ്രൈസാ ലൂസിഫർ. ഇതാരാ ലിയാമക്ക് മീശയും താടിയും വന്നൊരു സാധനം? ലൂസി? നീ ലൂസി? എന്റെ ലൂസി? നശിപ്പിച്ച്. ഞാൻ ഉദ്ദേശിച്ച റിയാക്ഷൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എടി, നല്ലൊരു മുഹൂർത്തം എന്തിനടി കരഞ്ഞു കോളാക്കണേ? ലിയ, നിനക്ക് സുഖമല്ലേ? നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ. എനിക്കത് മതിയടി. ഇതെന്തു കോക്കോനട്ട്? നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല.
അപ്പൊ പിന്നെ എനിക്കും ആരെങ്കിലും പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്ക്. വെറ്റുകളൊക്കെ വെടികൊണ്ട പന്നിന്റെ പുറം നിൽക്കുന്നുണ്ടോ? എത്രയെന്ന് വെച്ചിട്ട് അവരിങ്ങനെ നിൽക്കുക? അത് ശരിയാ. ഗൈസ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അടിപൊളി സ്റ്റോറി പറഞ്ഞു തന്നാലോ? ആദ്യം നീ ഇത് പറയടാ, ഇതെന്താ സംഭവം? എല്ലാം പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റോറി കേട്ട് നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം അവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞോ. ഒരിടത്തൊരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ആനയല്ലടി നിന്റെ അപ്പൻ. കുറച്ച് സമയം മിണ്ടാതിരിക്കും ഈ കുട്ടിപ്പിശാശിനെ കൊണ്ട്. അതെവിടെ നിന്നാണ് പട്ടി മോങ്ങണത്? എടാ, എന്താടാ നിനക്ക് വയ്യേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കൊലപാതകം നേരിട്ട് കണ്ടിട്ടില്ല. ഹോ, സോ സാഡ്. എടാ നവിനെ, ഒരു തവണ എന്നെ വിളിക്കായിരുന്നില്ലടാ, ഞാനും വന്നേനെ കൊല്ലുന്ന കാണാൻ. ഹോ, ഇവനൊരു മാറ്റവും ഇല്ലല്ലോ ടിയാ. എന്ത് ചെയ്യാനാ? എനിക്കറിയില്ലായിരുന്നു മോനെ. ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്ന. എന്നാലും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇനി നീ ഇവിടെ കിടന്ന് കാറിയാൽ ഞാൻ നിന്നെ കൊല്ലും. അപ്പൊ നിനക്ക് ലൈവായിട്ട് കാണാൻ കൊല്ലണത്. അത് വേണോ? വേണ്ടല്ലോ. എങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കും. ആനക്കാരും പറയുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഒരു ചേനക്കാര്യം. എന്നാലും എനിക്ക് നീ ഇനി വാ തുറക്കരുത്. നിങ്ങൾ 2 വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചത് നന്നായി. എന്തുകൊണ്ടും നന്നായി. പോടാ പന്നി. പന്നിന്ന് വെച്ച എന്താ അപ്പ? കർത്താവെ, അതും പഠിച്ചവള്. പറ അപ്പ, എന്താ പന്നി? ഈ ഇരിക്കണ അങ്കിളാണ് പന്നി. ഇതാണോ പന്നി? ഹായ് പന്നി. ഈ കുട്ടിപ്പിശാശിനെ ഞാനുണ്ടല്ലോ. അല്ല, നിങ്ങളിന്ന് ഉറങ്ങുന്നൊന്നുമില്ലേ? നിങ്ങളൊന്ന് പോയിച്ച, എന്തോരം കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി കാര്യം പറിച്ചിലൊക്കെ നാളെ മതി. എനിക്ക് എന്നെ ചെക്കനെ ഒന്ന് കിട്ടിയിട്ട് എത്ര കാലമായിന്നറിയോ? ഓഹ്, ചെക്കൻ്റെ രോദനം അതാരും കാണാത്ത പകല്. എല്ലാരും കയറി കിടന്ന് ഉറങ്ങിക്കേ. ആഹാ, നീ നേരത്തെ വന്ന റൂമിൽ കയറിയാ? എനിക്കൊന്നും വയ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ. ഇതെത്ര സമയം? നിങ്ങൾക്കൊന്നും മടുപ്പില്ല ഉള്ളവര്? ഞങ്ങൾക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട് സഹ, നിന്നെ പോലെയാണോ ഞങ്ങള്? അത് ശരിയാ. ഈ മതി, നീ വന്ന് കിടന്നേ. നിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു റൗണ്ട് പോവാം. എന്നിട്ട് ഒരുമിച്ച് കുളിക്കാം. എന്താ? ഈടെയായിട്ട് പൊന്നുമോന് റൗണ്ട് പോക്ക് ഇച്ചിരി കൂടുതലാ. എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ നീയുള്ളപ്പോൾ ഞാനതിനാ പേടിക്കുന്നത്. അങ്ങോട്ട് മാറിയിരിക്കുക, എനിക്ക് വയ്യ നിന്നെ താങ്ങാൻ. എന്ത് പറയാനാ നവീൻ? ഞാൻ പറഞ്ഞിട്ട് അവൻ കേക്കണ്ടേ? ആര്? അവൻ. പക്ഷേ വീടിയായിട്ട് ഭയങ്കര പഞ്ചാരിയാ സോഹ. മധുര ആർക്കാ ഇഷ്ടമല്ലാത്ത? മിണ്ടരുത്. പഴയ പോലെയല്ല, ഇപ്പൊ അവരെല്ലാവരും ഉണ്ട്. വെറുതെ വേണം വെക്കണ്ട. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. ഗുളിക്, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് ആരോടത്തും ദേഷ്യമൊന്നുമില്ല. പക്ഷേ ആ സംസാരത്തിൽ നിന്ന് എനിക്കെന്തോ എവിടെയോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. തൽക്കാലം എനിക്കൊരു തകരാറും ഇല്ല. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? എന്തു ചെയ്യാൻ? എടാ പൊട്ടാ, സെൽഫ് എടുത്ത് ഞാൻ മടുത്തടാ. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേടാ ഗുള്ളിക്ക് മോനെ. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிரின்றது, மனம் சூடான இடம் தேடி அலைகின்றது. ഹലോ മക്കൾസ്. ഹായ് പാപ്പ.
പാപ്പ ഞങ്ങൾ സ്റ്റോറി ആയിട്ടായിരുന്നേ. പാപ്പ മരണമാസമായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരും. ഞാൻ നിങ്ങൾ ഇന്നലെ വന്നത് അറിഞ്ഞായിരുന്നു. എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യം പറയാൻ വന്നതാ. ആ കേസിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോഹ, എന്താ നിന്റെ തീരുമാനം? അതൊക്കെ ഇനി എന്തിനാടാ, അങ്ങ് കളഞ്ഞേക്ക്. ഇനിയെങ്കിലും ഒന്ന് മനസ്സമാധാനത്തോടു കൂടെ ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിനിടയിൽ ഓരോ കേസ്. നിങ്ങളീ പറയുന്ന പോലെ തോന്നുമ്പോൾ കേസ് എടുക്കാനും തോന്നുമ്പോൾ എടുത്ത് കളയാനൊന്നും പറ്റില്ല. അതെ, ഒരു കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും പൂർത്തീകരിച്ചിരിക്കണം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാ ഞാനും ഇവനൊക്കെ. എന്നിട്ട് ഇതുവരെ ആയിട്ടും ആ കേസ് ഒന്നും എവിടെ എത്തിയില്ല. ഇനിയും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോവും. അപ്പോൾ ഇനി എന്താ പ്ലാൻ? കേസ് അങ്ങനെ നടക്കട്ടെ. നമുക്കിതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരാൾ വിചാരിച്ചാൽ മതി. നമുക്കിവിടെ നിന്ന് പുഷ്പം പോലും ഒരു പോരാ. അതാര്? നിങ്ങളെവിടെയോ ഒളിപ്പിച്ചെന്ന് പറയപ്പെടുന്ന ആ പെണ്ണ്. അവളോ? അവളെന്ത് ചെയ്യാനാ ഇതിൽ? നമ്മൾ എന്തിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിന് ഇറങ്ങി തിരിച്ചേ? മിസ്സിങ് കേസ്. ആര് മിസ്സായി? ഓ അങ്ങനെ. യാ, ആ പെണ്ണ് മിസ്സായെന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് ഫയൽ ചെയ്തത്. അവളുടെ ഡെലിവറി കഴിഞ്ഞാൽ അവളെ കോടതിയിൽ ഹാജരാക്കണം. എന്നിട്ട് അവൾ തന്നെ പറയണം അവളെ ആരും കിഡ്നാപ്പ് ചെയ്തില്ല, ആരും തടവിലാക്കിയില്ലെന്ന്. അവൾക്ക് ഇഷ്ടമുള്ള ആരുടെയോ കൂടെ പോയി. അത്രേ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മിസ്സിങ് ആയെന്ന് പറയപ്പെടുന്ന ആൾ തന്നെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് എന്താ? അത് ശരിയാ. പക്ഷെ അവൾ പറയുമോ? പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കണം. നിങ്ങളവളെ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ നമ്മൾ തൊലഞ്ഞേനെ. അത് ശരിയാ. അവൾ പ്രഗ്നൻ്റായിപ്പോയി. അല്ലെങ്കിൽ അവൾ ഇന്ന് ലോകത്തുണ്ടാവില്ലായിരുന്നു. ഈ സോഹനെ കബടിപ്പിക്കാൻ വരുന്ന ഒന്നിനെയും സോഹൻ വെറുതെ വിടാറില്ല. അതിരിക്കട്ടെ, ഡെലിവറിക്ക് ഇനി 2 മാസം കൂടെ ഇല്ലേ? അതെ, അങ്ങനെയാ കഴിഞ്ഞ ചെക്കപ്പിന് ഡോക്ടർ വന്ന് പറഞ്ഞത്. അപ്പോൾ 3-4 മാസം എങ്ങനെയും പിടിച്ചു നിന്നേ പറ്റൂ. അമ്മച്ചിയേ, അമ്മച്ചിയേ. എന്താ കുറേ സമയമായില്ല. എന്താ? അപ്പ എപ്പോൾ വരും? അപ്പ ഇപ്പം പോയതല്ലേ ഉള്ളൂ കുഞ്ഞെ, വരും. എന്താണ് കുറുമ്പി നീ പറയുന്നേ? ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യ കുഞ്ഞെ, എനിക്ക് ആൻറ്റി ആവാനുള്ള പ്രായമൊന്നുമില്ല. നീ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെക്കാളും വലുതാണോ അവളെ ആൻറ്റീനെ വിളിക്കുള്ളൂ. എന്തായാവോ കേസ്? എല്ലാം കൂടെ വെളുപ്പിനെ ചാടിത്തുള്ളി പോയിട്ടുണ്ടല്ലോ. എന്തായാലും അനുകൂലമായിരിക്കും എന്നാണല്ലോ പാപ്പനൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. ആ പെണ്ണിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. അവൾ അവിടെ വെച്ചെങ്ങാനും വാക്ക് മാറ്റി പറഞ്ഞ് പെട്ടുപോകും. അങ്ങനെ പറഞ്ഞാലേ പിന്നെ ഇവന്മാരൊക്കെ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? അവൾ പിന്നെ പുറലോകം കാണില്ല. അത് ശരിയാ. കുഞ്ഞിനെ കൊണ്ടുപോകാതെയാണ് അവർ പോയേക്കുന്നത്. അവൾ തിരിച്ചിങ്ങോട്ട് വരുന്നാ പറഞ്ഞേ. എൻ്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട. രാവിലെ കുട്ടിക്കുഞ്ഞ് ഭയങ്കര അലപ്പം. ഞാൻ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും അതിനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ അമ്മയെ കാണാനിട്ടായിരിക്കും. അതൊരു പിഞ്ചു കുഞ്ഞല്ല, അതിനൊക്കെ ഇങ്ങനെ ഇട്ടേച്ചും പോവാമോ? എന്നിട്ടിപ്പോൾ എന്താ കൊടുത്തേ? ഞാനിതാ ബോട്ടിൽ പാലാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഇത്തിരി പോലും കുടിക്കുന്നില്ല. ലിയ, അവളിനി വരില്ലേ? നമ്മുടെ തലയിലിട്ടിട്ട് പോകാനുള്ള പ്ലാനായിരിക്കുമോ? എനിക്കത് തോന്നാതിരുന്നില്ല. ലിയ, എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഒരു എന്താ പറ്റിയടി ടിയ? ആശ്വാസമായി. അതങ്ങോട്ട് ജയിച്ച് കിട്ടി. അല്ല, ആ പെണ്ണിത് അങ്ങോട്ട്? അതെ, അതിനെ വിളിച്ച കുഞ്ഞു വീട്ടിലാണ്. അതെ, എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ. എനിക്കിനി നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നുമോളെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ മേലെ. അതിനിടയിലാണ് ഇപ്പോൾ കുഞ്ഞും കൂടെ. വേഗം വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം. എടി മോളെ, നിന്റെ ഉടായിപ്പൊക്കെ അങ്ങ് വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ആ പരിപ്പ് ഇവിടെ വേവൂല കേട്ടാ. വേഗം കുഞ്ഞിനെ എടുത്ത് പോകാൻ നോക്ക്. ഞങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും കണ്ടിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് നിന്റെ ഉടായിപ്പ് ഇവിടെ ഇറക്കണ്ട. എടാ, എന്താടാ ഫേസ് വല്ലാണ്ടിരിക്കുന്ന? ആരാ വിളിച്ചേ? അത് ലിയ വിളിച്ചേ. ടിയ എന്തോ തല കറങ്ങി വീണുന്ന്. അവിടെ ലിയ മാത്രമല്ലേ ഉള്ളൂ. അവൾ എന്താ ചെയ്യാന്ന് അറിയാതെ പകച്ച് നിൽക്കുക. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. എങ്കിൽ വാ പോവാം. എടാ, ഒന്ന് പെട്ടെന്ന് പോടാ. എൻ്റെ പൊന്നെ, നീയൊന്ന് സമാധാനിക്കടാ. നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലുന്നത്. എനിക്ക് പറ്റുന്ന മാക്സിമം സ്പീഡിൽ പോകുന്നുണ്ട്. ലിയ, എന്തു പറ്റി? എന്താ ഡോക്ടർ പറഞ്ഞത്? അവളെവിടെ? എടാ, നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനും കാരണം നീയാ. ഞാനോ? അതിന് ഞാൻ എന്താടി ചെയ്തത്? ഞാൻ ഇവരുടെ കൂടെ കോടതി. എടാ പൊട്ട, അവള് പ്രഗ്നന്റാ. എന്താ മോനെ? ഇനി പറ, നീ ഒന്നും ചെയ്തിട്ടില്ലേ? അതായിരുന്നു ഞാൻ വിചാരിച്ച്. നീ എന്താ വിചാരിച്ചേ?
ഞാൻ പേടിച്ചു പോയി, തല കറങ്ങി വീണെന്നൊക്കെ കേട്ടപ്പോൾ. എന്നിട്ട് അവളെവിടെ? അവിടെ ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ടടാ, നല്ല ക്ഷീണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാ മോനെ, ഇനി നിന്റെ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്, ഒരു കുട്ടി വരാറായി. അതെ, ഇതുവരെ അവൾ നിന്നെ നോക്കുകയല്ലായിരുന്നോ കുഞ്ഞിനെ പോലെ? ഇനി നീ അവളെ നോക്ക്. അതെ, ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അല്ല, ആ കുഞ്ഞ്? അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ എന്ത് പണിയാ ചെയ്ത്? ഞാൻ ആ കുഞ്ഞിനെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ടാടാ വന്നത്. എടി, നീ ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത പരിപാടി കാണിച്ചല്ലോ. എടാ, പിന്നെ ഈ ഒരു അവസ്ഥ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊരൊറ്റ എരണ്ട അവിടെ ഇല്ല, പിന്നെ ഇവളാണെങ്കിൽ ബോധം കെട്ട് കിടക്കുക, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ സമയത്ത് ഞാൻ അതൊക്കെ മറന്നുപോയി. എന്തായാലും പെട്ടെന്ന് വന്നേ, നമുക്ക് കുഞ്ഞിനെ പോയി നോക്കാം. പാവം, അത് വിശന്ന ഒരു വഴിയായി കാണും. ഭയങ്കര അലപ്പാണല്ലോ. അയ്യോ, കുഞ്ഞിനെ ആരാ കാട്ടിയത്? ഈ തള്ള കുഞ്ഞിനെ കാട്ടിയോ? ദേ കുഞ്ഞെ, രാക്ഷസിയെ കണ്ടോ നീ? രാക്ഷസി. അയ്യോടാ, കരയല്ലടാ. ഞാൻ ഇനി എന്താടാ നിന്നോട് പറയാ? അയ്യോ, കരയല്ലേ. അയ്യോ, മാമൻ ചോദിക്കട്ടെ. രാക്ഷസി. ഓ, ഇനിയിപ്പോ അതാരാ അതിനിടെ കൂടെ വേറൊരാള്? ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാ. അയ്യോ, കുഞ്ഞെന്തിനാ ഇങ്ങനെ കരയുന്നേ? അത് ശരി, താനീ കുഞ്ഞിന്റെ അമ്മ തന്നെയല്ലേ? എത്ര മണിക്കൂറായി കുഞ്ഞിനെ എവിടെ ഇട്ടിട്ടാൻ പോയിട്ട്? എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ തനിക്ക്? കുഞ്ഞുങ്ങൾ ഈ സമയത്ത് അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. വേറെ ആരെ കിട്ടിയാലും കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തില്ല. അത് ബോട്ടിൽ മിൽക്കൊന്നും കുടിച്ചിട്ടില്ല. ഇന്ന് രാവിലെ തുടങ്ങിയ കരച്ചില്ല. അതിന് പാല് കൊടുക്കാൻ നോക്ക്. എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് കുഞ്ഞിനെ നോക്കിയതിന്. എനിക്ക് ആ ഒരു സമയത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാ. സോറി. ഞങ്ങൾ പോവാ. ഒന്നാടെ നിന്നേ. താനീ പോകുന്നതൊക്കെ കൊള്ളാം. നിനക്ക് എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ആക്കണം. അല്ലാതെ അവിടെ ഇവിടെ ഇട്ട് കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയാ? ഇല്ല സർ, ഞാൻ നോക്കും എൻ്റെ കുഞ്ഞിനെ. ആ, നോക്കിയാ നിനക്ക് കൊള്ളാം. ടിയ, എവിടെ രണ്ടെണ്ണം? ഇന്നീ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. രാവിലെ പോയതാ താഴോട്ട്. ഞാൻ കുറച്ച് മുന്നേ വിളിച്ചു നോക്കിയായിരുന്നു. വാ, ഒന്ന് ചെന്ന് നോക്കാം, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതെ, ഞങ്ങളുടെ 2 പ്രോപ്പർട്ടി മിസ്സിംഗ് ആണ്. ഇവിടെ എങ്ങാനും. ഒരെണ്ണം ഞങ്ങളുടെ റൂമിലുണ്ട്, മറ്റേത് കിച്ചുവിൻ്റെ കൂടെ ടൗണിൽ പോയി. ഇവന്മാർക്കൊരു റൂമുണ്ട്, ഒരമ്മയുണ്ട്, ഒരപ്പനുണ്ട്. വല്ല ബോധമുണ്ടോ? അപ്പ പോക്കോ, ഞങ്ങളേ അപ്പന്മാരുടെ കൂടെ നിന്നോളാം. മിയോ, നീ വന്നോ? ഇവന്മാർക്ക് രണ്ടിനും ഒടുക്കത്ത സ്നേഹം കാണാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ഞങ്ങളെ ഇവർക്ക് തീരെ പറ്റണില്ല കേട്ടോ. അതാണ്, നിങ്ങളുടെ സ്നേഹമൊന്നും ഇവർക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ വാരിക്കോരി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. അപ്പ ഞങ്ങൾക്ക് 5 അപ്പന്മാരുണ്ടല്ലോ. അത് ശരിയാണല്ലോ, 5 അപ്പന്മാരുള്ള ലോകത്തിലെ ആദ്യത്തെ പിള്ളേർ നിങ്ങളായിരിക്കും.